നല്ല ആവി പറക്കുന്ന ബ്രെഡിൻ്റെ കൂടെ ഇതുപോലെ സോഫ്റ്റ് ബ്രെഡായിരിക്കണം കേട്ടോ. നമ്മളിതുപോലെ ഇഡലിത്തട്ടിൽ വെച്ചൊന്ന് ആവി കയറ്റി ഇതുപോലെ സോഫ്റ്റ്. അതിൻ്റെ കൂടെ ഇതുപോലൊരു മട്ടൺ സ്റ്റൂ കൂടെ ഉണ്ട്. പൊളിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കഴുകി വൃത്തിയാക്കിയ മട്ടൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഹോൾ സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ സമയം നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് സവാളയും അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ സ്പൈസസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കിഴങ്ങും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്തിന് നമുക്ക് തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാവേ. നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. നല്ല ക്രീമി ആയിട്ട് കിട്ടുവേ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയിലയും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ലാസ്റ്റായിട്ട് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവേ. കുരുമുളക് പൊടിയെല്ലാം അവനവൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സോഫ്റ്റ് ബ്രെഡും മട്ടൺ സ്റ്റൂവും അടിപൊളിയല്ലേ.